9ാം ക്ലാസ്സിലെ 3ഉം 4ഉം ചാപ്റ്ററുകളാണ് ഈ വീഡിയോയിലുള്ളത്. 5 മുതൽ 10ാം ക്ലാസ് വരെയുള്ള സയൻസ് പാഠഭാഗങ്ങൾ PSC പരീക്ഷയ്ക്ക് ചോദിക്കുന്ന പാഠഭാഗങ്ങൾ ചാനലിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇത് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നു. അപ്പോൾ 3ാമത്തെ പാഠം ചലനവും ചലന നിയമങ്ങളും. പ്രധാനമായിട്ടും ന്യൂട്ടന്റെ ചലന നിയമങ്ങൾ, 3 ചലന നിയമങ്ങളെ പറ്റി പറയുന്നുണ്ട് ഈ പാഠത്തിൽ. അതുപോലെ തന്നെ ആക്കത്തെ പറ്റി പറയുന്നുണ്ട്. പിന്നെ അതിനുശേഷം ഇതിനടുത്ത് 4ാമത്തെ പാഠം എന്ന് പറയുന്നത് ഗുരുത്വാകർഷണ ബലത്തെ പറ്റി പറയുന്ന പാഠങ്ങളാണ്. അപ്പം കുറച്ച് ചോദ്യങ്ങൾ, നല്ല ചോദ്യങ്ങളുള്ള പാഠങ്ങളാണിത്. ഇപ്പോൾ ഒരു വസ്തുവിൽ അനുഭവപ്പെടുന്ന ആകെ ബലം അഥവാ പരിണിത ബലം 0 പ്രയോഗിക്കപ്പെട്ട ബലങ്ങളെ സന്തുലിത ബലങ്ങൾ എന്നാണ് പറയുന്നത്. സന്തുലിത ബലങ്ങൾ എന്ന് പറയുന്നു. ഒരു വസ്തുവിൽ അനുഭവപ്പെടുന്ന ആകെ ബലം അഥവാ പരിണിത ബലം 0 ആ ബലങ്ങളെ സന്തുലിത ബലങ്ങൾ എന്ന് പറയുന്നു. ഇപ്പോ ഉദാഹരണത്തിന് ഒരു കട്ടയിൽ ഒരാള് ഈ സൈഡിൽ നിന്നും പ്രസ് ചെയ്യുന്നു, ഒരാള് ഈ സൈഡിൽ നിന്നും ബലം പ്രയോഗിക്കുന്നു. രണ്ടുപേരും ഒരേപോലെയുള്ള ബലമാണ് പ്രയോഗിക്കുന്നെങ്കിൽ ഈ കട്ട മൂവ് ചെയ്യില്ല. അപ്പൊ ഇങ്ങനെ വരുന്ന കേസിൽ ബലം എന്തായിരിക്കും? സന്തുലിത ബലമായിരിക്കും. സന്തുലിത ബലമായിരിക്കും. ഇത്തരം ബലങ്ങൾക്ക് നിശ്ചലാവസ്ഥയിലുള്ള വസ്തുക്കളെ ചലിപ്പിക്കാനോ ചലിക്കുന്ന വസ്തുക്കളെ നിശ്ചലമാക്കാനോ കഴിയില്ല. നിശ്ചലാവസ്ഥയിലുള്ളതിനെ ചലിപ്പിക്കാനോ ചലിക്കുന്ന വസ്തുക്കളെ നിശ്ചലമാക്കാനോ കഴിയില്ല. ഇനി ഗലീലിയോ ഗലീലിയനെ പറ്റി പറയുന്നുണ്ട്. അദ്ദേഹത്തിന്റെ 3 പുസ്തകങ്ങളെ പറ്റി പറയുന്നുണ്ട്. അപ്പോ ഗലീലിയോ തന്റെ ആദ്യത്തെ ശാസ്ത്ര പുസ്തകം എന്ന് പറയുന്നത് ദ ലിറ്റിൽ ബാലൻസ് ആണ്. ലിറ്റിൽ ബാലൻസ് ആണ് ഗലീലിയോയുടെ ആദ്യത്തെ ശാസ്ത്ര പുസ്തകം. പിന്നെ അതുപോലെ സ്റ്റാറി മെസ്സഞ്ചർ ആകാശ നിരീക്ഷണങ്ങളെ കുറിച്ചുള്ള പുസ്തകമായിരുന്നു. ഡിസ്കോഴ്സ് ഓൺ ഫ്ലോട്ടിംഗ് ബോഡീസ്, then letters on sunspots. ഇതെല്ലാം ഗലീലിയോയുടെ പുസ്തകങ്ങളാണ്. ഗലീലിയോ ദൂരദർശിനി നിർമ്മിച്ചു. അതേപോലെ വ്യാഴത്തിന്റെ ഉപഗ്രഹങ്ങളെ കണ്ടെത്തുന്നതിനും ഭ്രമണം തിരിച്ചറിയുന്നതിനും അദ്ദേഹത്തിന് സാധിച്ചു. അപ്പം വ്യാഴത്തിന്റെ ഉപഗ്രഹങ്ങളെ കണ്ടെത്തിയത് ഗലീലിയാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ പുസ്തകങ്ങൾ ദ ലിറ്റിൽ ബാലൻസ്, സ്റ്റാറി മെസ്സഞ്ചർ, ഡിസ്കോഴ്സ് ഓൺ ഫ്ലോട്ടിംഗ് ബോഡീസ്, ലെറ്റേഴ്സ് ഓൺ സൺസ്പോട്ട്, ഇതെല്ലാം അദ്ദേഹത്തിന്റെ പുസ്തകങ്ങളാണ്. അതുപോലെ ശനിയുടെ വലയങ്ങളും ക്ഷീരപഥത്തിലെ നക്ഷത്രങ്ങളും ദൂരദർശിനി ഉപയോഗിച്ച് അദ്ദേഹം നിരീക്ഷണ വിധേയമാക്കി. ഇതെല്ലാം ഗലീലിയാണ്. ഇനി നിശ്ചലാവസ്ഥയിലുള്ള ഒരു വസ്തുവിന് അതിന്റെ നിശ്ചലാവസ്ഥയിൽ തന്നെ തുടരുന്നതിനുള്ള പ്രവണതയ്ക്കാണ് അഥവാ നിശ്ചലാവസ്ഥയ്ക്ക് മാറ്റം വരുത്താനുള്ള കഴിവില്ലായ്മയാണ് നിശ്ചല ജഡത്വം എന്ന് പറയുന്നത്. ഇപ്പൊ നിശ്ചലാവസ്ഥയിലുള്ള ഇനേർഷ്യ ഓഫ് റെസ്റ്റ് എന്നതിന് ഇംഗ്ലീഷ് പറയും. ഇനേർഷ്യ എന്നാണ് ജഡത്തിന്റെ ഇംഗ്ലീഷ്. ഇനേർഷ്യ ഓഫ് റെസ്റ്റ്, അതായത് നിശ്ചലാവസ്ഥയിലുള്ള ഒരു വസ്തുവിന് അതിന്റെ നിശ്ചലാവസ്ഥയിൽ തന്നെ തുടരാനുള്ള പ്രവണത. ടെൻഡൻസി ഓഫ് എ ബോഡി ടു റിമെയിൻ ഇൻ ഇറ്റ് സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് ഈസ് നോൺ ആസ് ഇനേർഷ്യ ഓഫ് റെസ്റ്റ്. അപ്പോൾ അതിന്റെ ഇനേർഷ്യയിൽ തന്നെ, നിശ്ചലാവസ്ഥയിൽ തന്നെ തുടരാനുള്ള ടെൻഡൻസി. അതുകൊണ്ടാണ് നമ്മൾ ബസ്സിൽ ഇരിക്കുമ്പോൾ പെട്ടെന്ന് ബസ് ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് മുമ്പോട്ട് പോകാനുള്ള കാരണം നമ്മൾ ആ നിശ്ചലാവസ്ഥയിൽ തന്നെ ഇരിക്കാനുള്ള പ്രവണത, ജഡത്വം നമ്മളിൽ ഉള്ളത് കൊണ്ടാണ്. അപ്പോൾ ഒരു വസ്തുവിന് സ്വയം അതിന്റെ നിശ്ചലാവസ്ഥയ്ക്കോ ചലനാവസ്ഥയ്ക്കോ മാറ്റം വരുത്താനുള്ള കഴിവില്ലായ്മയാണ് ജഡത്വം എന്ന് പറയുന്നത്. നിശ്ചലാവസ്ഥയ്ക്കോ ചലനാവസ്ഥയ്ക്കോ മാറ്റം വരുത്താനുള്ള കഴിവില്ലായ്മയാണ് ജഡത്വം. ഒരു വസ്തുവിന് സ്വയം അത് ചെയ്യാൻ പറ്റില്ല. വേറെ ആരെങ്കിലും ഫോഴ്സ്, എന്തെങ്കിലും ബലം പ്രയോഗിച്ചാൽ മാത്രമേ പറ്റുള്ളൂ. അപ്പൊ നിശ്ചല ജഡത്തിന് ഉദാഹരണമാണ് മാവിന്റെ കൊമ്പ് കുലുക്കുമ്പോൾ അത് ചലിക്കാൻ തുടങ്ങുന്ന അവസരത്തിൽ മാങ്ങ അടർന്നു വീഴുന്നു. അപ്പോൾ മാവിന്റെ കൊമ്പ് കുലുക്കുന്ന സമയത്ത് കൊമ്പ് ചലനാവസ്ഥയിലാവും, പക്ഷെ മാങ്ങ നിശ്ചലാവസ്ഥയിലാണ്. അതിൽ തന്നെ തുടരാനുള്ള ഒരു പ്രവണത അതിനുണ്ട്, അതായത് ജഡത്വമുണ്ട്. അതുകൊണ്ട് അത് പെട്ടെന്ന് താഴേക്ക് വീഴുന്നു. നമ്മൾ കാർപ്പറ്റൊക്കെ അതിന്റെ പൊടി കളയാൻ വേണ്ടി തട്ടാറുണ്ട്. അപ്പോൾ അങ്ങനെ തട്ടുന്നതും എല്ലാം എന്താണ്? സ്റ്റേറ്റ് ഓഫ് റെസ്റ്റിന്, ഇനേർഷ്യ ഓഫ് റെസ്റ്റിന് ഉദാഹരണമാണ്. ഇനി ഓടി വരുന്ന അത്ലറ്റ് ഫിനിഷിംഗ് ലൈനിൽ എത്തിയാൽ ഉടൻ ഓട്ടം അവസാനിപ്പിക്കാൻ കഴിയില്ല. പുള്ളി കുറച്ചുകൂടെ ദൂരം ഓടും. അപ്പൊ അതിന് കാരണം ഇനേർഷ്യ ഓഫ് മോഷൻ ആണ് അല്ലെങ്കിൽ ചലന ജഡത്വമാണ്. അപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്നയാൾക്ക് അതേ പൊസിഷനിൽ തന്നെ മൂവ് ചെയ്യാനുള്ള ടെൻഡൻസി ആയിരിക്കും എപ്പോഴും ഉണ്ടാവുക. അപ്പോൾ 1ാമത്തെ ചലന നിയമം, ന്യൂട്ടന്റെ 3 ചലന നിയമങ്ങളാണുള്ളത്. 1ാം ചലന നിയമം, അസന്തുലിതമായ ബാഹ്യബലം പ്രയോഗിക്കുന്നത് വരെ ഓരോ വസ്തുവും അതിന്റെ നിശ്ചലാവസ്ഥയിലോ നേർരേഖാ സമചലനത്തിലോ തുടരുന്നതാണ്. ഇതാണ് 1ാം ചലന നിയമം. എവറി ബോഡി കണ്ടിന്യൂസ് ഇൻ ഇറ്റ് സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് ഓർ ഓഫ് യൂണിഫോം മോഷൻ അൺലെസ് കമ്പൽഡ് ബൈ ആൻ എക്സ്റ്റേണൽ ഫോഴ്സ്. അപ്പോൾ ഏതൊരു വസ്തുവും, നിയമം സിമ്പിളാണ്.
അപ്പൊ ഏതൊരു വസ്തുവിനെ നമ്മൾ ചലിപ്പിക്കണം എന്ത് ചെയ്യണം? ഒരു ബലം പ്രയോഗിക്കണം. ബലം പ്രയോഗിച്ചില്ലെങ്കിൽ അത് എന്ത് ചെയ്യുന്നു? ആ ചലനാവസ്ഥയിൽ, ആ നിശ്ചലാവസ്ഥയിൽ തന്നെ തുടരുന്നു. ഇതുപോലെ തന്നെയാണ് ഒരു ഉരുണ്ടു പോകുന്ന ബോൾ അത് നിൽക്കണമെങ്കിൽ ഒന്നെങ്കിൽ നമ്മൾ ഒരു ബലം കൊടുക്കണം, അല്ലെങ്കിൽ ഭൂമി അതിന്റെ ഒരു ഹർഷണ ബലം പ്രയോഗിക്കുന്നുണ്ട്. അപ്പം അങ്ങനെ ഒരു ബലം പ്രയോഗിച്ചില്ലെങ്കിൽ അത് അതിന്റെ ചലനാവസ്ഥയിൽ തന്നെ തുടരും. അപ്പോൾ നിശ്ചലാവസ്ഥയിലോ നേർരേഖാ ചലനത്തിലോ തുടരുന്ന ഒരു വസ്തുവിനെ ബലം പ്രയോഗിച്ചാൽ മാത്രമേ അത് നിൽക്കുകയുള്ളൂ. അപ്പൊ അതാണ് ഒന്നാം ചലന നിയമം എന്ന് പറയുന്നത്. ഇനി ഒരു വസ്തുവിന്റെ ജഡത്വം അതിന്റെ മാസിനെ ആശ്രയിച്ചിരിക്കും. മാസ് കൂടുന്നതിനനുസരിച്ച് ജഡത്വം കൂടുന്നു. മാസ് കൂടുന്നതിനനുസരിച്ച് ജഡത്വം കൂടുന്നു. അപ്പോൾ ജഡത്വം ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, നിശ്ചലാവസ്ഥയിലോ ചലനാവസ്ഥയിലോ തുടരാനുള്ള പ്രവണതയാണ് ജഡത്വം എന്ന് പറയുന്നത്. അപ്പോൾ ഇത് മാസിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. മാസ് കൂടുമ്പോൾ ജഡത്വം കൂടുന്നു. ഇപ്പൊ ഈ ആന കുത്താൻ വരുമ്പോൾ ചെരിഞ്ഞ് ഓടണം എന്ന് പറയാറുണ്ട്. അങ്ങനെ പറയാൻ കാരണം ഈ ജഡത്വവും മാസും തമ്മിലുള്ള ബന്ധമാണ്. കാരണം ആനയ്ക്ക് മാസ് കൂടുതലായതുകൊണ്ട് തന്നെ അതിന്റെ സ്റ്റേറ്റ് ഓഫ് റെസ്റ്റിൽ നിൽക്കാനുള്ള, അല്ലെങ്കിൽ സ്റ്റേറ്റ് ഓഫ് മോഷനിൽ നിൽക്കാനുള്ള പ്രവണത കൂടുതലായിരിക്കും. അപ്പൊ അത് ഓടിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ അത് അതിന്റെ അതേ പൊസിഷനിൽ നിന്ന് വേറൊരു പൊസിഷനിലേക്ക് മാറാൻ അതിന് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. കാരണം സ്റ്റേറ്റ് ഓഫ് ഇനേർഷ്യ ഓഫ് മോഷൻ എന്ന് പറയുന്നത് കൂടുതലാണ്. അപ്പോൾ നമ്മൾ പെട്ടെന്ന് ചെരിഞ്ഞും മറിഞ്ഞ് ഓടിക്കഴിഞ്ഞാൽ അതിന് പെട്ടെന്ന് വളവ് തിരിയാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ മാസിനെ ആശ്രയിച്ചാണ് ഒരു വസ്തുവിന്റെ ജഡത്വം ഇരിക്കുന്നത്. മാസ് കൂടിയാൽ ജഡത്വവും കൂടും. ഇനി ചലിച്ചുകൊണ്ടിരിക്കുന്ന വസ്തുക്കളുടെ സവിശേഷ ഗുണമാണ് ആക്കം അല്ലെങ്കിൽ മൊമെന്റം. ഇത് അളക്കുന്നത് വസ്തുവിന്റെ മാസിനെയും പ്രവേഗത്തിന്റെയും ഗുണനമായിട്ടാണ്. ആക്കം ഒരു സദിശ അളവാണ്. ആക്കം സമം മാസ് ഗുണം പ്രവേഗമാണ്. മാസ് m ഇൻറ്റു വെലോസിറ്റി. ഈ പ്രവേഗം എന്ന് പറയുന്നത് സ്പീഡ് തന്നെയാണ്. അതൊരു സദിശ അളവാണെന്നേ ഉള്ളൂ. സ്പീഡിനൊപ്പം ഡയറക്ഷൻ കൂടെ പറയുന്നതാണ് വെലോസിറ്റി. ഫിസിക്സിൽ എപ്പോഴും ഈ പ്രവേഗം എന്നാണ് പറയുന്നത്. അത് സ്പീഡ് തന്നെയാണ്, അതിന്റെ കൂടെ അളവും കൂടെ പറയുന്നു. അത്രേ ഉള്ളൂ. അപ്പോൾ ആക്കത്തെ ഡിപ്പെൻഡ് ചെയ്യുന്ന രണ്ട് കാര്യങ്ങളാണ് മാസ്, പ്രവേഗം. അപ്പൊ ചലിച്ചുകൊണ്ടിരിക്കുന്ന വസ്തുക്കളുടെ സവിശേഷ ഗുണമാണ് ആക്കം. അതായത് നമ്മൾ ഇപ്പോൾ ഒരു ബൈക്കിൽ പോകുമ്പോൾ ഒരു ഈച്ച വന്ന് നമ്മുടെ മുഖത്ത് അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ല വേദന എടുക്കും. അപ്പോൾ എന്തുകൊണ്ടാണ്? ആ ഒരു ആഘാതത്തിനെയാണ് ആക്കം എന്ന് പറയുന്നത്. ചലിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ആഘാതം. അപ്പോൾ അവിടെ പ്രവേഗം കൂടുതലായതുകൊണ്ടാണ്, സ്പീഡ് കൂടുതലായതുകൊണ്ടാണ് ഈ ആക്കം കൂടുന്നത്. സ്പീഡ് കൂടുമ്പോൾ ആക്കം കൂടും. അതുപോലെ തന്നെ ഒരു സൈക്കിള് നമ്മളെ വന്ന് ഇടിച്ചാൽ അതിനേക്കാളും നമുക്ക് പരിക്ക് പറ്റുന്നത് ഒരു ബസ് വന്ന് ഇടിക്കുമ്പോഴാണ്. അതിന് കാരണം ബസ്സിന് മാസ് കൂടുതലാണ്, അല്ലെ? അപ്പോൾ മാസ് കൂടിയാലും പ്രവേഗം കൂടിയാലും ആക്കം കൂടും, മൊമെന്റം കൂടുന്നതാണ്. ഇനി ആക്ക വ്യത്യാസത്തിന്റെ നിരക്ക് പ്രയോഗിക്കുന്ന ബലത്തിന് അനുപാതികമായിരിക്കും. ആക്ക വ്യത്യാസത്തിന്റെ നിരക്ക് പ്രയോഗിക്കുന്ന ബലത്തിന് അനുപാതികമായിരിക്കും. ഇതാണ് ന്യൂട്ടന്റെ രണ്ടാം ചലന നിയമം. ന്യൂട്ടന്റെ രണ്ടാം ചലന നിയമത്തിലെ ഏറ്റവും വലിയ പ്രത്യേകത ഫോഴ്സിന് ഒരു ഇക്വേഷൻ കൊണ്ടുവന്നു എന്നുള്ളതാണ്. അതായത് F സമം m ഇൻറ്റു a എന്ന ഇക്വേഷൻ കൊണ്ടുവന്നത് ന്യൂട്ടന്റെ രണ്ടാമത്തെ ചലന നിയമമാണ്. m എന്ന് പറയുന്നത് മാസും a എന്ന് പറയുന്ന ആക്സിലറേഷൻ അല്ലെങ്കിൽ ത്വരണം. അപ്പൊ അതെന്നാ നോക്കാം. ഒരു വസ്തുവിനുണ്ടാകുന്ന ആക്ക വ്യത്യാസത്തിന്റെ നിരക്ക് ആ വസ്തുവിൽ പ്രയോഗിക്കുന്ന അസന്തുലിത ബാഹ്യബലത്തിന് നേരനുപാതത്തിലായിരിക്കും. ഒരു വസ്തുവിനുണ്ടാകുന്ന ആക്ക വ്യത്യാസത്തിന്റെ നിരക്ക് ആ വസ്തുവിൽ പ്രയോഗിക്കുന്ന അസന്തുലിത ബാഹ്യബലത്തിന് നേരനുപാതമായിരിക്കും. അല്ലെങ്കിൽ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഫോഴ്സ് എന്നാണ് പറയുന്നത്. അപ്പൊ അത് സിമ്പിളായിട്ട് ഇത്രയേ ഉള്ളൂ. അതായത് ആക്ക വ്യത്യാസം എന്ന് പറയുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, ആക്കം എന്ന് പറയുന്നത് മാസും വെലോസിറ്റിയും കൂടെയാണ്, അല്ലെ? മാസും വെലോസിറ്റിയും കൂടെ ഗുണിക്കുമ്പോഴാണ് ആക്കം. അപ്പൊ ആക്ക വ്യത്യാസം എന്ന് പറയുന്നത് ഈ മാസ് ഇൻറ്റു mv എന്ന് പറയുന്നത് അതിന്റെ ആദ്യ ആക്കവും അന്ത്യ ആക്കവും, കാരണം v എന്ന് പറയുന്നത് ഫൈനൽ വെലോസിറ്റിയാണ്. mu എന്ന് പറയുന്നത് അതിന്റെ ആദ്യ ആക്കവുമാണ്. ആദ്യ മൊമെന്റവും അവസാനത്തെ മൊമെന്റവും. അപ്പൊ ആക്ക വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഈ ആദ്യ മൊമെന്റവും അവസാന മൊമെന്റവും ആദ്യ മൊമെന്റവും തമ്മിലുള്ള ഡിഫറൻസ് ആണ്. അതാണ് mv മൈനസ് mu. അതിനെയാണ് ഷോർട്ടാക്കി m ഇൻറ്റു v മൈനസ് u എന്ന് പറയുന്നത്. അപ്പൊ ആക്ക വ്യത്യാസത്തിന്റെ നിരക്ക് എന്ന് പറയുമ്പോൾ അത് ഒരു പർട്ടിക്കുലർ ടൈമിൽ എത്ര സംഭവിച്ചു എന്നുള്ളതാണ്. അതിനാണ് t അടിയിലിട്ടിരിക്കുന്നത്. അപ്പോൾ m ഇൻറ്റു v മൈനസ് u ബൈ t എന്ന് പറയുന്നു. അപ്പൊ ഇതില് v മൈനസ് യു ബൈ ടി നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. v മൈനസ് യു ബൈ ടി എന്ന് പറയുന്നത് അതിന്റെ ആക്സിലറേഷൻ ആണ്, ത്വരണമാണ്, a ആണ്. അപ്പോൾ f പ്രൊപ്പോർഷണൽ ടു m ഇൻറ്റു a, f പ്രൊപ്പോർഷണൽ ടു m ഇൻറ്റു a. ഇതാണ് ന്യൂട്ടന്റെ രണ്ടാമത്തെ ചലന നിയമം എന്ന് പറയുന്നത്. k ഒരു സ്ഥിരസംഖ്യ ആയതുകൊണ്ട് അതിനെ 1 കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് f ഈക്വൽ ടു
ma എന്ന് കിട്ടും. ഇതിൽ പ്രധാനമായും ഓർത്തിരിക്കേണ്ടത് ഈ ഇക്വേഷനാണ്, F=m × a എന്ന ഇക്വേഷൻ. അതുപോലെ ബലത്തിന്റെ യൂണിറ്റ് ന്യൂട്ടൺ ആണെന്ന് ഓർക്കുക. ഐസക് ന്യൂട്ടൺ ആണ് ഇത് കണ്ടുപിടിച്ചത്, അതുകൊണ്ടാണ് ന്യൂട്ടൺ എന്ന് കൊടുത്തിരിക്കുന്നത്. ഇനി ആവേഗം അല്ലെങ്കിൽ ഇമ്പൾസ് എന്ന് പറയുന്നുണ്ട്. അപ്പൊ ചെറിയ ഒരു സമയത്തേക്ക് പ്രയോഗിക്കുന്ന വലിയൊരു ബലമാണ് ആവേഗബലം. ചെറിയൊരു സമയത്ത് പ്രയോഗിക്കപ്പെടുന്ന വലിയൊരു ബലമാണ് ആവേഗബലം. അപ്പൊ ആവേഗം എന്ന് പറഞ്ഞാൽ ബലം ഇൻറ്റു സമയമാണ്. അപ്പൊ ആക്കവ്യത്യാസം സ്ഥിരമായിരുന്നാൽ വസ്തുവിൽ അനുഭവപ്പെടുന്ന ബലം അത് പ്രയോഗിക്കാനെടുക്കുന്ന സമയത്തിന് വിപരീത അനുപാതത്തിലായിരിക്കും. ആക്കവ്യത്യാസം സ്ഥിരമായിരുന്നതിനാൽ ആയാൽ വസ്തുവിൽ അനുഭവപ്പെടുന്ന ബലം അത് പ്രയോഗിക്കാനെടുക്കുന്ന സമയത്തിന് വിപരീത അനുപാതമായിരിക്കും. അതായത് ഈ ബലം, ആവേഗബലം കുറയണമെങ്കിൽ സമയം കൂട്ടിയാൽ മതി, അല്ലെങ്കിൽ ഈ ബലം ഈ സമയത്തിന് വിപരീത അനുപാതത്തിലായിരിക്കും. ഈ സമയം ഇപ്പുറത്തേക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ ഇതിന്റെ താഴേക്ക് വരും അല്ലെ. അപ്പോൾ ഈ ബലവും ആവേഗവും എന്താണ്, വിപരീത അനുപാതത്തിലാണ്. അതായത് ഒന്ന് കൂടുമ്പോൾ ഒന്ന് കുറഞ്ഞിരിക്കും. സമയം കൂട്ടിയാൽ നമുക്ക് ആ ബലം കുറയാൻ വേണ്ടി പറ്റും. അപ്പൊ ഈ ഇമ്പൾസിന്റെ ബലം കുറയ്ക്കുന്നതിനുള്ള കുറെ ഉദാഹരണങ്ങൾ പുസ്തകത്തിൽ കൊടുത്തിട്ടുണ്ട്. അതായത് ക്രിക്കറ്റ് ബോൾ സാധാരണ കൈകൊണ്ട് പിടിക്കുമ്പോൾ നമ്മൾ കൈ പുറകോട്ട് വലിക്കുന്നു. അപ്പോൾ ഒരു ചെറിയ സമയത്തിൽ വലിയൊരു ബലമാണ് അവിടെ പ്രയോഗിക്കുന്നത്. അപ്പോൾ അവിടുത്തെ ആ സമയം ദീർഘിപ്പിക്കാൻ വേണ്ടി, ആ ബോൾ കയ്യിലേക്ക് വരുന്ന സമയം ദീർഘിപ്പിക്കാൻ വേണ്ടിയാണ് നമ്മൾ കൈ പുറകോട്ട് വലിക്കുന്നത്. അപ്പോൾ ഡയറക്റ്റ് കയ്യിലേക്ക് വരുമ്പോൾ കൂടുതൽ ബലം അതിൽ പ്രയോഗിക്കപ്പെടുകയും നമ്മുടെ കൈ വേദന എടുക്കുകയും ചെയ്യും. അപ്പൊ അതിനുവേണ്ടിയാണ്, കൂടുതൽ സമയം കിട്ടുന്നതിന് വേണ്ടിയാണ് കൈ പിറകോട്ട് വലിക്കുന്നത്. ഇതുപോലെ പോൾ വാൾട്ട് ചാടുമ്പോൾ ഫോം ബെഡിൽ വീഴുന്നത് മൂലം ആഘാതം കുറയുന്നു. അപ്പോൾ ഫോം ബെഡിൽ വീഴുന്ന സമയത്ത് അദ്ദേഹം വീഴാനെടുക്കുന്ന സമയം, കൂടുതൽ സമയം അവിടെ ഉപയോഗിക്കുകയാണ്. ആ ബെഡിൽ ഇങ്ങനെ താഴ്ന്നു വരുന്ന ആ സമയം കൂടുതൽ എടുക്കുകയാണ്. അപ്പൊ ഡയറക്റ്റ് ഒരു സിമെന്റ് തറയിലേക്ക് വീണാൽ എടുക്കുന്ന ബലത്തെക്കാളും കുറവായിരിക്കും. അതുപോലെ തന്നെയാണ് ഗ്ലാസ് പാത്രങ്ങളിൽ അടുക്കി വെച്ച പാക്കറ്റുകളിൽ സ്പോഞ്ച്, വൈക്കോൽ മുതലായവ നിറയ്ക്കുന്നത് പെട്ടെന്ന് കൂട്ടിമുട്ടാതിരിക്കാൻ. പിന്നെ ഒരു അഭ്യാസി കൈകൊണ്ട് വളരെ വേഗത്തിൽ വീശി കടുപ്പമുള്ള ഇഷ്ടികകൾ തകർക്കുന്നതും ആ ബലം കൂട്ടുകയാണ് ചെയ്യുന്നത്. അപ്പം സമയം കുറച്ചു കഴിഞ്ഞാൽ അവിടെ ബലം കൂടുകയും ചെയ്യും. അപ്പൊ ഇതിനെല്ലാം കാരണം എന്ന് പറയുന്നത് ആവേഗമാണ്, ഇമ്പൾസ് ആണ്. ഓക്കെ. ഇനി ന്യൂട്ടന്റെ മൂന്നാം ചലന നിയമം സിമ്പിൾ ആണ്. ഏതൊരു പ്രവർത്തനത്തിനും തുല്യവും വിപരീതവുമായ ഒരു പ്രതിപ്രവർത്തനം ഉണ്ടാവും. എവറി ആക്ഷൻ ഹാസ് ആൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. പിന്നെ അഭികേന്ദ്ര ത്വരണം, അഭികേന്ദ്ര ബലം, ഇതിനെപ്പറ്റി പറയുന്നുണ്ട്. അഭികേന്ദ്ര ത്വരണം, അഭികേന്ദ്ര ബലം, സെൻട്രിപിറ്റൽ ആക്സിലറേഷൻ ആൻഡ് സെൻട്രിപിറ്റൽ ഫോഴ്സ്. വർത്തുള ചലനത്തിലുള്ള വസ്തുവിന് ആരത്തിലൂടെ വൃത്തകേന്ദ്രത്തിലേക്ക് അനുഭവപ്പെടുന്ന ത്വരണമാണ് അഭികേന്ദ്ര ബലം. വർത്തുള ചലനം എന്ന് പറയുന്നത് നമ്മളൊരു കല്ല് ചരടിൽ കെട്ടി കറക്കി കഴിഞ്ഞാൽ ആ വൃത്തകേന്ദ്രത്തിൽ നാം പ്രയോഗിക്കുന്ന ഒരു ബലമാണ് ഈ വർത്തുള ചലനം എന്ന് പറയുന്നത്. അപ്പോൾ വർത്തുള ചലനത്തിൽ വസ്തുവിന് ആരത്തിലൂടെ വൃത്തകേന്ദ്രത്തിലേക്ക് ഒരു ത്വരണം അനുഭവപ്പെടും, ഒരു ആക്സിലറേഷൻ അനുഭവപ്പെടും. ഈ ആക്സിലറേഷനാണ് അഭികേന്ദ്ര ത്വരണം എന്ന് പറയുന്നത്. ഇനി ഈ വസ്തുവിൽ അഭികേന്ദ്ര ത്വരണം ഉണ്ടാക്കാൻ ആവശ്യമായ ബലമാണ് അഭികേന്ദ്ര ബലം എന്ന് പറയുന്നത്. അഭികേന്ദ്ര ബലം, ഇത് രണ്ടും വൃത്തകേന്ദ്രത്തിലേക്കാണ് അനുഭവപ്പെടുന്നതെന്ന് ഓർത്തിരിക്കുക. സെൻട്രിപിറ്റൽ ഫോഴ്സും സെൻട്രിപിറ്റൽ ആക്സിലറേഷനും വൃത്തകേന്ദ്രത്തിലേക്കാണ് അനുഭവപ്പെടുന്നത്. ഓക്കെ. ഇനി സമവർത്തുള ചലനം എന്താണെന്ന് പറയുന്നുണ്ട്. അതായത് ഒരു വൃത്തപാതയിലൂടെ സഞ്ചരിക്കുന്ന വസ്തു തുല്യ സമയം കൊണ്ട് തുല്യ ദൂരം സഞ്ചരിക്കുന്നുവെങ്കിൽ അത് സമവർത്തുള ചലനമാണ്. തുല്യ സമയം കൊണ്ട് തുല്യ ദൂരം സഞ്ചരിക്കുന്നുവെങ്കിൽ അത് സമവർത്തുള ചലനമാണ്. ഇപ്പൊ ക്ലോക്കിന്റെ സെക്കൻഡ് സൂചിയുടെ അഗ്രത്തിന്റെ ചലനം എന്ന് പറയുന്നത് സമവർത്തുള ചലനമാണ്. അത് തുല്യ സമയം കൊണ്ട് തുല്യ ദൂരം സഞ്ചരിക്കുന്നു. ഇനി നാലാമത്തെ പാഠമാണ് ഗുരുത്വാകർഷണം എന്ന പാഠം. ഭൂമി എല്ലാ വസ്തുക്കളെയും അതിന്റെ കേന്ദ്രത്തിലേക്ക് ആകർഷിക്കുന്നു. ഇതാണ് ഭൂഗുരുത്താകർഷണ ബലം എന്ന് പറയുന്നത്. എല്ലാ വസ്തുക്കളെയും കേന്ദ്രത്തിലേക്ക് ആകർഷിക്കുന്നു, അതിന് ഗുരുത്താകർഷണ ബലം എന്ന് പറയുന്നു. അപ്പോൾ സർ ഐസക് ന്യൂട്ടനെ പറ്റി പറയുന്നുണ്ട്. സർ ഐസക് ന്യൂട്ടന്റെ ഗ്രന്ഥം ഓർത്തിരിക്കുക, പ്രിൻസിപ്പിയ മാത്തമാറ്റിക്ക എന്ന ഗ്രന്ഥം. ഇദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട കണ്ടെത്തലുകളാണ് സാർവത്രിക ഗുരുത്താകർഷണ നിയമം, ചലന നിയമങ്ങൾ. ഇത് രണ്ടുമാണ് ഇദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട കണ്ടെത്തലുകൾ. ഇനി നൂറ്റാണ്ടിലെ ഏറ്റവും സ്വാധീന ശക്തിയുള്ള ശാസ്ത്രകാരൻ എന്ന് അറിയപ്പെടുന്നതെന്ന് തെരഞ്ഞെടുക്കപ്പെട്ടത് സർ ഐസക് ന്യൂട്ടൺ ആണ്. നൂറ്റാണ്ടിലെ ഏറ്റവും സ്വാധീന ശക്തിയുള്ള ശാസ്ത്രകാരനായി തെരഞ്ഞെടുക്കപ്പെട്ടത് ഐസക് ന്യൂട്ടൺ ആണ്. 2005 റോയൽ സൊസൈറ്റി നടത്തിയ അഭിപ്രായ സർവേയിലായിരുന്നു ഈ തെരഞ്ഞെടുപ്പ്.
അതുപോലെ ബലത്തിന്റെ യൂണിറ്റ് ന്യൂട്ടൺ, നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നു. ഇനിയാണ് സാർവത്രിക ഗുരുത്വാകർഷണ നിയമം എന്ന് പറയുന്നത്. അതായത് പ്രപഞ്ചത്തിലുള്ള എല്ലാ വസ്തുക്കളും പരസ്പരം ആകർഷിക്കുന്നു. രണ്ട് വസ്തുക്കൾ തമ്മിലുള്ള പരസ്പര ആകർഷണ ബലം അവയുടെ മാസുകളുടെ ഗുണനഫലത്തിന് നേരനുപാതത്തിലും അവ തമ്മിലുള്ള അകലത്തിന്റെ വർഗത്തിന് വിപരീത അനുപാതത്തിലുമായിരിക്കും. ഇതാണ് സാർവത്രിക ഗുരുത്വാകർഷണ ബലം. അതായത് രണ്ട് മാസ് M1 M2 എന്ന് പറയുന്ന രണ്ട് വസ്തുക്കൾ ഉണ്ടെങ്കിൽ ഇവ തമ്മിൽ ആകർഷണ ബലം ഉണ്ടാവും. ഇവയുടെ ആകർഷണ ബലം എന്ന് പറയുന്നത് ഈ മാസുകളുടെ ഗുണനഫലത്തിന് നേരനുപാതത്തിലും ഇത് തമ്മിലുള്ള അകലത്തിന്റെ വർഗത്തിന് വിപരീത അനുപാതത്തിലുമായിരിക്കും. അതൊരു ഇക്വേഷൻ രൂപത്തിൽ പറഞ്ഞാൽ M1 M2 by d², F proportional to M1 M2 by d² ആണ്. അതായത് മാസുകളുടെ ഗുണനഫലത്തിന് നേരനുപാതത്തിലും അതിന്റെ തമ്മിലുള്ള അകലത്തിന്റെ വർഗത്തിന് വിപരീത അനുപാതത്തിലുമായിരിക്കും. F proportional to M1 M2 by d². അപ്പൊ ഈ പ്രൊപ്പോർഷണാലിറ്റി സൈൻ മാറ്റാൻ വേണ്ടി ഒരു സ്ഥിരാംഗത്തെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്ന ഒരു കോൺസ്റ്റന്റ്, അതാണ് G എന്ന് വന്നത്. F G into M1 M2 by d². അപ്പോൾ G എന്ന് പറയുന്നത് ഗുരുത്വാകർഷണ സ്ഥിരാംഗം എന്നാണ് അറിയപ്പെടുന്നത്. ജിയുടെ മൂല്യം ഓർത്തിരിക്കുക, 6.67 into 10⁻11 ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ പെർ കിലോഗ്രാം സ്ക്വയർ ആണ് ജിയുടെ മൂല്യം. 6.67 into 10⁻11. അപ്പോൾ ജിയുടെ മൂല്യം കണ്ടുപിടിച്ചത് ഹെൻറി കാവൻഡിഷ് ആണ്. ജിയുടെ മൂല്യം കണ്ടുപിടിച്ചത് ഹെൻറി കാവൻഡിഷ് ആണ്. അപ്പൊ ഈ ആകർഷണ ബലം എല്ലായിടത്തും, ഭൂമിയുടെ ആകർഷണ ബലം എല്ലായിടത്തും ഒരുപോലെ ആയിരിക്കില്ല. കാരണം ഭൂമിയുടെ ആരം ധ്രുവപ്രദേശങ്ങളിലെ ഭൂമധ്യരേഖയിലും വ്യത്യാസമാണ്. ഭൂമധ്യരേഖയിലും ധ്രുവപ്രദേശത്തിലും വ്യത്യാസമാണ്. അപ്പൊ ഭൂമധ്യരേഖയിലെ ഭൂമിയുടെ ആരം കൂടുതലും ധ്രുവപ്രദേശങ്ങളിലെ ഭൂമിയുടെ ആരം കുറവുമായിരിക്കും, റേഡിയസ് കുറവുമായിരിക്കും. അപ്പൊ ഈ റേഡിയസ് കുറയുമ്പോൾ അതിനനുസരിച്ച് ഗുരുത്വാകർഷണ ബലം കൂടുകയാണ് ചെയ്യുന്നത്. കാരണം ഇത് വിപരീത അനുപാതത്തിലാണ്, ഒന്ന് കുറയുമ്പോൾ ഒന്ന് കൂടുന്നു. ഇതിനെപ്പറ്റി അടുത്ത സ്ലൈഡിൽ പറയുന്നുണ്ട്. ഇനി അതുപോലെ അതിന്റെ ഇടയ്ക്ക് പറയുന്ന ഒരു കാര്യമാണ്, ബലങ്ങളിൽ വെച്ച് ഏറ്റവും ശക്തി കൂടിയ ബലം ന്യൂക്ലിയർ ബലവും ഏറ്റവും ശക്തി കുറഞ്ഞ ബലം ഗുരുത്വാകർഷണ ബലവുമാണ്. ബലങ്ങളിൽ ഏറ്റവും ശക്തി കൂടിയ ബലം ന്യൂക്ലിയർ ബലവും ഏറ്റവും ശക്തി കുറഞ്ഞ ബലം ഗുരുത്വാകർഷണ ബലവുമാണ്. ഒരു വസ്തുവിന്മേൽ ഭൂഗുരുത്വാകർഷണ ബലം ഏറ്റവും കൂടുതൽ അനുഭവപ്പെടുന്നത് അത് ഭൂമിയുടെ ഉപരിതലത്തിൽ സ്ഥിതി ചെയ്യുമ്പോഴായിരിക്കും. ഉപരിതലത്തിൽ നിന്ന് മുകളിലേക്ക് പോകുന്തോറും ഗുരുത്വാകർഷണ ബലം ക്രമേണ കുറയുന്നു. ഉപരിതലത്തിൽ നിന്ന് മുകളിലേക്ക് പോകുന്തോറും ഗുരുത്വാകർഷണ ബലം ക്രമേണ കുറയും. ഏറ്റവും കൂടുതൽ ഉണ്ടാവുക ഗുരുത്വാകർഷണ ബലത്തിലാണ്. ഇനി ഭൂമിയുടെ ഉള്ളിലേക്ക് പോകുന്തോറും ഗുരുത്വാകർഷണ ബലം കുറയും. അപ്പോൾ ഉപരിതലത്തിലാണ് ഏറ്റവും കൂടുതൽ, മുകളിലേക്ക് പോയാലും താഴേക്ക് പോയാലും ഗുരുത്വാകർഷണ ബലം കുറയുന്നു. ഇനി ഗുരുത്വാകർഷണം മൂലമുണ്ടാകുന്ന ത്വരണം വസ്തുവിന്റെ മാസിനെ ആശ്രയിക്കുന്നില്ല. ഭൂമിയിൽ നിന്നിലേക്ക് പതിക്കുന്ന എല്ലാ വസ്തുക്കൾക്കും ഗുരുത്വാകർഷണ ബലം മൂലമുണ്ടാകുന്ന ത്വരണം ഒരേപോലെ ആയിരിക്കും. അപ്പൊ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്നാണ് പറയുന്നത്. നമ്മൾ ഈ ഗുരുത്വാകർഷണം മൂലം ഒരു വസ്തു ഭൂമിയിലേക്ക് ആകർഷിക്കപ്പെടുമ്പോൾ അതിന്റെ സ്പീഡിന് വ്യത്യാസം വരുന്നു. അതിനെയാണ് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്ന് പറയുന്നത്, ഗുരുത്വാകർഷണം മൂലമുണ്ടാകുന്ന ത്വരണം. അപ്പൊ ഇത് കണ്ടുപിടിക്കാനുള്ള സൂത്രവാക്യം G=gm/r² ആണ്. ഇതിൽ M എന്ന് പറയുന്നത് ഭൂമിയുടെ മാസും G നമ്മൾ നേരത്തെ പറഞ്ഞ സ്ഥിരാംഗവും R എന്ന് പറയുന്നത് റേഡിയസ് ഓഫ് എർത്തുമാണ്. അപ്പൊ അത് സോൾവ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ ആണ് 9.8 m/s². 9.8 m/s² ആണ് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. ഇനി ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, റേഡിയസ്, ഭൂമിയുടെ റേഡിയസ് എല്ലായിടത്തും ഒരുപോലെയല്ല. അതുകൊണ്ട് തന്നെ ഈ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയും വ്യത്യാസം വരും. കാരണം ഇക്വേഷൻ Gm/r² ആണ്. അപ്പോൾ റേഡിയസ് ഏറ്റവും കൂടുതൽ ഭൂമധ്യരേഖാ പ്രദേശത്തായതുകൊണ്ട് തന്നെ ഭൂമധ്യരേഖാ പ്രദേശത്ത് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഏറ്റവും കുറവായിരിക്കും. റേഡിയസ് കൂടുമ്പോൾ ഗ്രാവിറ്റി കുറയുന്നു, കാരണം വിപരീത അനുപാതത്തിലാണ്. അപ്പോൾ ഭൂമധ്യരേഖാ പ്രദേശത്ത് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്ന് പറയുന്നത് 9.78 m/s² ആണ്. 9.78 m². ധ്രുവപ്രദേശത്താണെങ്കിൽ ഇത് 9.83 m² ആണ്. 9.83 m². ഭൂമിയുടെ ഉപരിതലത്തിലെ ശരാശരി നമ്മൾ 9.88 m/s² എന്ന് ഗണിത പ്രശ്നങ്ങളിൽ നമ്മൾ ഉപയോഗിക്കുന്നു. ഇനി ചന്ദ്രനിൽ ജിയുടെ മൂല്യം
അത് ഇമ്പോർട്ടൻ്റ് ആണ്. ചന്ദ്രനിലെ ജിയുടെ മൂല്യം ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്ന് പറയുന്നത് 1.62 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. 1.62 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ് ചന്ദ്രനിലെ ഗുരുത്വാകർഷണ ത്വരണം എന്ന് പറയുന്നത്. ഇത് ഭൂമിയുടെ മൂല്യത്തിന്റെ ഏകദേശം 1/6 ആയിരിക്കും. 1/6 ആയിരിക്കും. ഭൂമിയിലുള്ള ഒരാളുടെ വെയിറ്റ് ചന്ദ്രനിൽ ചെന്ന് കഴിയുമ്പോൾ അത് 1/6 മടങ്ങായിട്ട് കുറയുകയാണ് ചെയ്യുന്നത്. കാരണം അവിടുത്തെ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി 1.62 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയറേ ഉള്ളൂ. ഇനി 1 കിലോഗ്രാം വെയിറ്റ് എന്നൊരു യൂണിറ്റിനെ പറ്റി പറയുന്നുണ്ട്. 1 കിലോഗ്രാം വെയിറ്റ്, അതായത് 1 കിലോഗ്രാം മാസുള്ള വസ്തുവിന്മേൽ ഭൂമി പ്രയോഗിക്കുന്ന ആകർഷണ ബലത്തിന് തുല്യമായ ബലമാണ് 1 കിലോഗ്രാം വെയിറ്റ്. 1 കിലോഗ്രാം മാസുള്ള വസ്തുവിന് മേൽ ഭൂമി പ്രയോഗിക്കുന്ന ആകർഷണ ബലത്തിന് തുല്യമാണ് 1 കിലോഗ്രാം വെയിറ്റ്. ഇനി 1 കിലോഗ്രാം വെയിറ്റ് എന്ന് പറയുന്നത് 9.8 ന്യൂട്ടൺ ആണ്. 1 കിലോഗ്രാം വെയിറ്റ് 9.8 ന്യൂട്ടൺ ആണ്. ഇനി ഓരോ ഗ്രഹത്തിന്റെയും ഗുരുത്വാകർഷണ ത്വരണം പറഞ്ഞിട്ടുണ്ട്. ഭൂമിക്ക് 9.8 ആണ്, ബുധന് 3.7, ചൊവ്വ 3.7, ശുക്രൻ 8.9. അപ്പൊ ഇതിൽ ഏറ്റവും കൂടുതൽ ഗുരുത്വാകർഷണ ത്വരണമുള്ള ഗ്രഹം എന്ന് പറയുന്നത് വ്യാഴമാണ്. ഏറ്റവും കൂടുതൽ ഗുരുത്വാകർഷണ ത്വരണമുള്ള ഗ്രഹം വ്യാഴമാണ്. അപ്പൊ ഇത്രയാണ് ഈ 2 പാഠങ്ങളിലുള്ളത്. അപ്പോൾ വീഡിയോസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായിട്ട് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. ബാക്കി എല്ലാ പാഠങ്ങളും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഈസി പഠനത്തിന് സഹായകരമായ പാഠങ്ങൾ ഷെയർ ചെയ്യുക. അടുത്ത വീഡിയോയുമായി കാണാം. താങ്ക് യു.